വരുന്ന ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. 1988 മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന എയ്ഡ്സിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 2030 ലോകത്ത് എയ്ഡ്സ് രോഗികളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരിട്ടിരിക്കുന്ന പദ്ധതിയും. ഇങ്ങനെ 1988 മുതൽ ആചരിക്കാൻ തുടങ്ങിയ ഈ എയ്ഡ്സ് ദിനം 2030 ഇല്ലാതെയാക്കാൻ കഴിയുമെന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പല ശ്രമങ്ങളും നടത്തിയിട്ടും എയ്ഡ്സിൻ്റെ വ്യാപനം എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇതുവരെയുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം 45 കോടി എയ്ഡ്സ് രോഗികൾ ഇന്ന് ലോകത്തുണ്ട്. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ്. ടെസ്റ്റ് ചെയ്യാത്ത റിപ്പോർട്ടുകൾ വേറെ ഉണ്ടാകും. ഇതുവരെ എയ്ഡ്സ് ബാധിച്ച് മരിച്ച ആളുകൾ 40 കോടിയോളം ആളുകളുണ്ട്. 2023 മാത്രം 6,30,000 എയ്ഡ്സ് രോഗികൾ മരണപ്പെട്ടു. 1.5 കോടി എയ്ഡ്സ് രോഗികളെ സ്ഥിരപ്പെടുത്തി. ഇതൊക്കെ WHO കണക്കുകളാണ്. ഇവിടെ മിമ്പറിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ രോഗം സ്ഥിരീകരിച്ച കാലം മുതൽ ഇന്ന് വരെ അത് ഭേദപ്പെടുത്താനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ടെക്നോളജി ഇത്ര വികസിച്ചിട്ടും ആകാശത്തിൻ്റെയും അതേപോലെ അതിൻ്റെ അതിരുകളെയും താണ്ടിക്കൊണ്ട് യാത്ര ചെയ്യാനുള്ള യാത്രാ സംവിധാനങ്ങളെ വികസിപ്പിച്ചിട്ടും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു ഈച്ച പാറിയാൽ അത് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി വികസിച്ചിട്ടും ഈ രോഗത്തിൻ്റെ മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. വേണ്ട, അത് വ്യാപനം തടയാനുള്ള പ്രതിരോധ മരുന്ന് അത് കണ്ടുപിടിച്ചു, അതുമില്ല. ഇതിനെ സംബന്ധിച്ച് ഈ വിഷയത്തെപ്പറ്റി പഠിച്ച വിദഗ്ധർ പറയുന്നത് ഈ രോഗം വന്നാൽ അതിൻ്റെ പ്രയാസം വർദ്ധിക്കാതിരിക്കാനുള്ള മെഡിസിൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിമ്പറിൽ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത തലമുറ ഈ വിഷയത്തിൽ അത്ര സുരക്ഷിതരല്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്മൾ കേരളീയരായ ആളുകൾ ഗൗരവത്തോടെ അറിയേണ്ട ഒരു വിഷയമാണ്, കേരളം എയ്ഡ്സ് ബാധിതരുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഉള്ളത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ്. ആ കണക്ക് ഞാനിവിടെ പറയുന്നില്ല. കുറവുള്ള ജില്ലകളിലെ തൊട്ടടുത്ത ഒരു പ്രധാന ടൗൺ, അവിടെ കഴിഞ്ഞ 7 മാസത്തിനിടെ എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത് 160ഓളം ആളുകളിലാണ്. ഇത്രയും വലിയ വ്യാപനത്തിൻ്റെ കാരണം എന്താണ് എന്നൊന്ന് പരിശോധിക്കണം. നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പെണ്ണിടങ്ങളുടെ പരിധി ലംഘിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം തുല്യനീതിയുടെ പേര് പറഞ്ഞ് ഒരു അതിരും നിശ്ചയിക്കാതെ ആണിനും പെണ്ണിനും എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും ഒരുമിച്ച് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു. മറ്റൊരു കാരണം അത് കുറച്ചുകൂടെ ആശങ്കയോടുകൂടെ കേൾക്കേണ്ടതാണ്. നമ്മുടെ എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള ഹൈസ്കൂൾ തലങ്ങളിൽ നമ്മളുടെ വിദ്യാർത്ഥിനികൾക്കിടയിൽ ലൈംഗികത എന്നുള്ളത് അതൊരു ലജ്ജിക്കേണ്ട വിഷയമല്ല എന്നുള്ളതിലേക്ക് എത്തി. ഒരു മിമ്പറിൻ്റെ മുകളിൽ നിന്ന് പറയേണ്ടതിൻ്റെ പരിധി ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ വാക്കുകളുണ്ടെങ്കിലും അതിവിടെ നിന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം
മ്ലേച്ഛകരമാണ് പല ക്യാമ്പസുകളും. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ആണിനും പെണ്ണിനും ഒരുമിച്ച് മൂത്രമൊഴിക്കാൻ പോകാൻ മൂത്രപ്പര നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എത്തിസ്റ്റോളജികൾ ആളുകളും അതേപോലെ ലിബറലിസ്റ്റുകളും കൊട്ടിഘോഷിച്ചൊരു സംഭവമുണ്ട്. അതൊക്കെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കണം. നാലാമത്തേത്, അതും ഗൗരവമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മുട്ടിനും മുഴത്തിനും ചായക്കടകൾ തുടങ്ങുന്നത് പോലെ, മുറുക്കാൻ കടകളും പെട്ടിക്കടകളും തുടങ്ങുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ വളരെ ലാഘവത്തോടുകൂടെ പോയി സെക്സിൽ ഏർപ്പെടാൻ കഴിയുന്ന മസാജ് പാർലറുകളും സ്പാ സെന്ററുകളും എല്ലാം തുറന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളൊന്നും ഈ വിഷയത്തെപ്പറ്റി അത്ര മാത്രം ബോധവാന്മാരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പുതിയ തലമുറയ്ക്ക് അറിയാം കേരളത്തിലെ ഏതെല്ലാം ടൗണുകളിൽ ഇത്തരം സെക്സുകൾ ലഭ്യമാകും എന്നുള്ള വിഷയം കൃത്യമായിട്ടറിയാം. ഈ ഒരവസ്ഥയിലാണ് നമ്മളുടെ ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അനധിവിദൂര ഭാവിയിൽ വേശ്യാവൃത്തിയിലും തുടർന്നുള്ള രോഗങ്ങളിലും മുംബൈയിലെ റെഡ് ഷീറ്റിനേക്കാളും പശ്ചിമ ബംഗാളിലെ സോണാഗച്ചിനേക്കാളും മുമ്പിൽ കേരളത്തിലെ പല ജില്ലകളുടെയും ആസ്ഥാനങ്ങളായി മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് വിശ്വാസി സമൂഹം കൃത്യമായി ബോധം ഉൾക്കൊള്ളുകയും അവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില വിഷയങ്ങൾ. എയ്ഡ്സ് വ്യാപനത്തിൻ്റെ മൂലകാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എയ്ഡ്സ് വ്യാപനത്തിൻ്റെ മൂലകാരണം അത് അതിരുകളില്ലാത്ത ലൈംഗികതയാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കമില്ല. ഇസ്ലാം ആ വിഷയത്തെ കൃത്യമായി പ്രവചിച്ചു. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ 4019 നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മുഹാജിർ സമൂഹമേ, ഖംസുൻ 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അത് നിങ്ങളെ ബാധിക്കുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. 5 കാര്യങ്ങൾ ഞാൻ 5ഉം പറയുന്നില്ല. അതിൽ ഒന്നാമത് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ, ഒരു സമൂഹത്തിൽ മ്ലേച്ഛത നീചവൃത്തികൾ വ്യാപകമായി കഴിഞ്ഞാൽ, അത് പരസ്യമായി കഴിഞ്ഞാൽ, ഇല്ലാ ഫശാ ഫീഹിമുത് താഊനു വൽ ഔജാഉ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീ മളൗ, അവരിൽ പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത പലതരത്തിലുള്ള രോഗങ്ങളും അവരിൽ ഉണ്ടാകും. നമ്മുടെ മുൻഗാമികൾ കേട്ട് പരിചയമുള്ള രോഗമാണോ ഈ എയ്ഡ്സ്? ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു 50 കൊല്ലം മുമ്പ് ഈ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു 100 കൊല്ലം മുമ്പ് ലൈംഗിക രോഗങ്ങളുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? അന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നു, അന്ന് ആണും പെണ്ണും ഉണ്ടായിരുന്നു. പക്ഷേ മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത രോഗങ്ങൾ, അത് ഒരു സമൂഹത്തിൽ ഫാഹിഷത്ത് വ്യാപകമായാൽ, നീചവൃത്തികൾ വ്യാപകമായാൽ ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിരുവിട്ട ലൈംഗികതയ്ക്ക് ഇസ്ലാം നൽകിയ പേരാണ് അൽ ഫാഹിഷത്ത്, നീചവൃത്തി എന്ന്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 32-ാം വചനം അല്ലാഹു പറഞ്ഞു, വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, വലാ തഖ്റബു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല, അത് നീചവൃത്തിയാണ്, അത് മോശമായ വഴിയാണ്. വിശുദ്ധ ഖുർആനിൽ പല വിഷയങ്ങളും നിരോധിക്കുമ്പോൾ, ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്.
ഇവിടെ പറഞ്ഞത് എന്താണ്? അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതുമായി ഒരു മനുഷ്യനും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു, 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 151-ാമത്തെ വചനം, വലാ തഖറബുൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ. നീചവൃത്തിയിലേക്ക്, ആ നീചവൃത്തി എങ്ങനത്തതാണ്? പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ളത്. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റാണത്, അടിവരയിടണം. അത് പ്രത്യക്ഷമായതോ പരോക്ഷമായതോ? പ്രത്യക്ഷമായത് നമുക്കറിയാം, എന്നാൽ പരോക്ഷമായതോ? പരോക്ഷമായത് എന്ന് പറഞ്ഞാൽ ഇന്ന് സാമൂഹ്യ നീതിയുടെ മറവിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ അടക്കമുള്ള LGBTQ+ അതിലുള്ള മുഴുവൻ തോന്നിയാസങ്ങളും അതെല്ലാം ഈ പരോക്ഷമായ മ്ലേച്ഛതയിൽപ്പെട്ടു. അതിലേക്ക് നിങ്ങൾ അടുക്കരുത്. അത് തന്നെയല്ല വിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം സൂറത്തു നംലിലെ 54-55 വചനങ്ങളിലും പറയുന്നത്, വലൂത്തൻ, ലൂത്ത് നബിയുടെ ജനത, ഇത് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു, അതഅതൂനൽ ഫാഹിഷത, മ്ലേച്ഛതയിലേക്ക് നിങ്ങൾ പോവുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ. അഇന്നകും ലതഅതൂനർ റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് പുരുഷന്മാർ ഗേ സെക്സിൽ ഏർപ്പെടുകയാണോ? ഖുർആൻ ചോദിക്കുകയാ, അന്നത്തെ ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്നത്തെ LGBTQ+ മുൻഗാമികളാണ് ലൂത്ത് നബിയുടെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ. എന്നിട്ടാണ് 6-ാം നൂറ്റാണ്ടിന്റെ പേരും പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്നത്. BC 1900-ലുള്ള ജനതയുടെ സംസ്കാരം അത് ഇന്ന് ഏറ്റവും വലിയ ഉന്നത സംസ്കാരമായിക്കൊണ്ട് ഇവിടെ കൊണ്ടുനടക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളുടെ പാഠപുസ്തക കമ്മിറ്റിയിൽ പോലും പേരൊന്നും പറയേണ്ട ഇത്തരത്തിലുള്ള ആളുകളാണുള്ളത്. 8 മുതൽ 9 ക്ലാസ്സുകളിലേക്ക് അടുത്ത വർഷം ഇറങ്ങാനിരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇറങ്ങാനിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അല്ലാഹു തആല വളരെ കോപത്തോടു കൂടി കാണുന്ന ഒരു വിഷയമാണിത്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലെ 4637-ാം നമ്പറായി റിപ്പോർട്ട് ചെയ്യുകയാണ് ഹദീസ്. ലാ അഹദ അഗ്യറു മിൻ അല്ലാഹി, അല്ലാഹുവിനേക്കാൾ വെറുപ്പുള്ള വേറെ ആരുമില്ല ഈ വിഷയത്തിൽ. ഈ തരം തോന്നിയാസങ്ങൾ, മ്ലേച്ഛതയുടെ വിഷയത്തിൽ അല്ലാഹുക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള കാര്യമാണ്. വലിദാലിക ഹറമൽ ഫവാഹിഷ മാ വഹറ മിൻഹാ വമാ ബതൻ, അതുകൊണ്ടാണ് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ മ്ലേച്ഛതയും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം പഠിക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ലൈംഗികതയ്ക്ക് തടയിട്ട മതമല്ല. എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ലൈംഗികതയ്ക്കും ഇസ്ലാം അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിനും അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഇസ്ലാമിന്റെ ലൈംഗികതയുടെ അതിര് എന്താണ്? അത് ഇസ്ലാമിനോളം ഒരു മതവും ഒരു ദർശനവും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം, വെള്ളം, മലമൂത്ര വിസർജനം ഇതെല്ലാം എത്രമാത്രം അനിവാര്യമാണോ അതുപോലെ അനിവാര്യമായ കാര്യമാണ് സെക്സ്. അതിൽ തർക്കമില്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിനും പറയുന്നതിനും ഇസ്ലാം എതിർപ്പില്ല. പക്ഷേ ഇസ്ലാമിന് ഒരു നിർബന്ധമുണ്ട്. ആ സംഭവം സുരക്ഷിതമായ വഴിയിലൂടെ മാത്രമേ പാടുള്ളൂ. കാരണം വിജയിച്ച വിശ്വാസിയുടെ ലക്ഷണം ഖുർആൻ പറയുന്നുണ്ട്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട് വിജയിച്ച വിശ്വാസിയുടെ ലക്ഷണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ അവരുടെ രഹസ്യ ഭാഗങ്ങളെ, അതല്ലെങ്കിൽ അവരുടെ ലൈംഗിക ഭാഗങ്ങളെ അവർ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കുന്നവരാണ്. ലൈംഗിക ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിനെ അല്ല പറഞ്ഞത്, മറിച്ച് ലൈംഗികമായി ആഗ്രഹം ജനിപ്പിക്കുന്ന എല്ലാ ഇടങ്ങളും. അതിന് ഓരോ ഇടങ്ങളും ഞാനിവിടെ പേരെടുത്ത് പറയണ്ടല്ല. വസ്ത്രം ധരിക്കുമ്പോൾ, വേഷം ധരിക്കുമ്പോൾ, ഒരു മുഅ്മിനിന്റെ വേഷം എന്ന് പറഞ്ഞാൽ
മറ്റൊരാൾക്ക് ലൈംഗികമായി പ്രചോദനം ലഭിക്കാത്ത തരത്തിലുള്ള വേഷമായിരിക്കുമെന്നർത്ഥം. അവർ ലൈംഗികതയെ സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും, അവരുടെ ഇണകളുടെ മുമ്പിലല്ലാതെ, അല്ലെങ്കിൽ അവർ വലങ്കൈ ഉടമയാക്കിയ അടിമകളുടെ മുമ്പിലല്ലാതെ. അടിമത്ത വ്യവസ്ഥിതി ഇന്നില്ലാത്തത് കൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടതുമില്ല. അപ്പൊ ഇണകളുടെ മുമ്പിൽ മാത്രമാണ് അവർ ലൈംഗികപരമായി താല്പര്യമുള്ള വേഷം ധരിക്കുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിലും ആ സുരക്ഷ അവർ പാലിക്കുമെന്നർത്ഥം. ലൈംഗികയുടെ വിഷയത്തിൽ ഇസ്ലാം ഒരുക്കിയ ഒന്നാമത്തെ സുരക്ഷ എന്താ? എല്ലാവരോടും വിവാഹം കഴിക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് ഒന്നാമത്തെ സുരക്ഷ. കല്യാണം കഴിക്കണ്ട എന്നുള്ള നിയമത്തിലേക്കാണല്ലോ പോകുന്നത്. പെണ്ണുങ്ങൾ മുഴുവൻ കല്യാണം കഴിക്കണില്ല എന്ന് തീരുമാനിച്ചാൽ ആണുങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഒരു പെണ്ണൊരുത്തി ചോദിച്ചത്. ആണുങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതൊന്നും വേണ്ട, കല്യാണം വേണ്ട. ഇവിടെയാണ് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലും ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് അൽഖമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബൈന അന അംശി മഅ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞാൻ നടക്കുകയായിരുന്നു. ഫഖാല കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കെ കുറച്ച് ചെറുപ്പക്കാരെ കണ്ടു. അപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, മനിസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാഅത്തിന് കഴിയുമെങ്കിൽ. ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഖുത്ബ തന്നെ അതിനു വേണ്ടി പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ സാധാരണ ബാഅത്തിന് ആളുകൾ അർത്ഥം വെച്ചത് പോറ്റാൻ കഴിയുക എന്നാണ്. അല്ല, ആ അർത്ഥം മാത്രമല്ല അതിനുള്ളത്. വിശാലമായ അർത്ഥമുള്ള പദമാണ് ബാഅത്ത്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വിശദീകരിക്കാം. ബാഅത്തിന് കഴിയുമെങ്കിൽ ഫൽയതസവ്വജ്, അവൻ കല്യാണം കഴിക്കട്ടെ. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അത് കണ്ണിന് സുഖം കിട്ടും. വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ലൈംഗിക അവയവങ്ങൾക്ക് സുരക്ഷയും കിട്ടും. അതുകൊണ്ട് തന്നെ സമൂഹം ബാധ്യതയായി ഏറ്റെടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 32-ാമത്തെ വചനം പറയുന്നത്. കല്യാണം കഴിപ്പിക്കണം സമൂഹത്തിൽ ചെറുപ്പക്കാരെ കൊണ്ട്. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആളുകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഖുർആൻ പറയുന്നു, വഅൻകിഹു, നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്താൻ നിങ്ങൾ കൽപ്പിക്കണം. ആരെയാണ്? അൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതരെ. വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളിലെ അടിമകളും അടിയാത്തികളുമായ സ്വാലിഹീങ്ങളെയും വിവാഹം കഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം. കാരണം ആ വിവാഹം കഴിക്കുന്നതിലൂടെ മാത്രമാണ് ഇവിടെ ലൈംഗിക സുരക്ഷിതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ലൈംഗിക സുരക്ഷിതത്വം ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരെ സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, മൂന്നാളുകളെ സഹായിക്കൽ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 1655 നമ്പറായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ആരൊക്കെയാണ്? അൽ മുജാഹിദ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ. വൽ മുകാത്തിബുൽ ലദി യുരീദു അൽ അദാ, മോചനദ്രവ്യം എഴുതപ്പെട്ടിരിക്കുന്ന അടിമ. ആ സംവിധാനം നമുക്കിപ്പോഴില്ല. മൂന്നാമത്തേത് അന്നാകിഹു അല്ലദി യുരീദുൽ അഫാഫ്, സദാചാരം പാലിക്കാൻ വേണ്ടി, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്നവരുടെ ഉത്തരവാദിത്തം അള്ളാഹ് ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞത്, അവൻ ദരിദ്രനാണ് എങ്കിൽ അള്ളാന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു തആല അവനെ സമ്പന്നനാക്കിയേക്കാം. ഭയപ്പെടേണ്ടതില്ല. കാരണം ലൈംഗിക വിശുദ്ധി എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അത് തടഞ്ഞു വെക്കുന്നതിനെ ശക്തമായി അപലപിച്ചു, എതിർത്തു. ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല. തടഞ്ഞു വെച്ചതിന്റെ തിക്തഫലം ഇന്ന് ചില മതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅ റജുലു ഇംറഅതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി വിളിച്ചു, ഇലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിലേക്ക് വിളിച്ചു. ഫഅബത്ത്, അവൾ അത് വൈമനസ്യം കാണിച്ചു, താല്പര്യമില്ല എന്ന് പറഞ്ഞു, സമ്മതം കാണിച്ചില്ല. ഫബാത ഗളബാന, ആ വിഷമത്തിലും ദേഷ്യത്തിലും അവൻ കിടന്നുറങ്ങി.
വളബാന അലൈഹ, ആ ദേഷ്യത്തിലും വിഷമത്തിലും അവൻ കടന്നുറങ്ങി എങ്കിൽ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ അള്ളാന്റെ മലക്കുകൾ അവളെ ശപിക്കും. അവൾക്ക് മാത്രം ബാധകല്ല, അവനും ബാധകമാണ്. അവളെന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗം മാത്രം പറയുന്നു എന്നുള്ളതല്ല. ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടായി, ഭർത്താവിനെ ആവശ്യം അറിയിച്ചപ്പോൾ അവൻ വൈമനസ്യം കാണിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. മറ്റൊരു ഹദീസിൽ കാണാം, ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവ് അരികിലുണ്ട് എങ്കിൽ അവന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണിന് സുന്നത്ത് നോമ്പെടുക്കാൻ അനുവാദമില്ല. പരസ്പരം ഒരു ധാരണ ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. അത്രമാത്രം ഗൗരവമുള്ളതാണ് ഇസ്ലാം ഈ ലൈംഗികതയുടെ വിഷയം, ഗൗരവമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അനുവദിക്കപ്പെട്ട ഇണയോടുകൂടെ മാത്രമാണ് ലൈംഗിക ബന്ധം പാടുള്ളൂ എന്ന് ഇസ്ലാം നിശ്ചയിച്ച അതിരാണ്. അതിനപ്പുറത്ത് വരുന്നതെല്ലാം മ്ലേച്ഛതയാണ്, നീചവൃത്തിയാണ്, ഫാഹിഷത്താണ്. ആ ഫാഹിഷത്തിലേക്ക് ഒരു വിശ്വാസിക്ക് വിശ്വാസിയായിരിക്കെ പോകാൻ കഴിയില്ല, മുഅ്മിനായിരിക്കെ പോകാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം അൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനം, വഅഖിമിസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുക. അത് വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. ഇന്ന സ്വലാത്ത, കാരണം നിസ്കാരം തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തിയിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയും. അപ്പൊ നിസ്കരിക്കുന്നവൻ എന്ത് ചെയ്യൂല? ഈ പണിക്ക് പോകൂല. നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകുന്നവൻ ഈ വൃത്തികേട് ചെയ്യൂല, മുഅ്മിൻ ചെയ്യൂല. ഇവിടെ അഷേഖ് റബീഉൽ മദ്ഖലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം വലിയൊരു ഭംഗിയുള്ളൊരു വർത്താനം പറയുന്നുണ്ട് ഈ ആയത്തിനെ വെച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ നഫഹാത്തുൽ ഹുദാ വൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫഇദാ റഅയ്ത മൻ യഅതിൽ ഫഹ്ശാ വൽ മുൻകറ, ആരെങ്കിലും മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നീചവൃത്തികൾ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ, ഫഇമ്മ അന്നഹു ലാ യുസല്ലി, ഒന്നിരിക്കൽ അവൻ നിസ്കരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ വഇമ്മ അന്ന ഫീ സ്വലാത്തിഹി ഖലല, അല്ലെങ്കിൽ അവന്റെ നമസ്കാരത്തിൽ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്റെ നിസ്കാരം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗവും കൂടി ആയിക്കൊണ്ടാണ് ഈ വിഷയത്തെ എണ്ണിയിരിക്കുന്നത്. എന്തായാലും ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മുഅ്മിന് അവൻ മുഅ്മിനായിരിക്കെ വ്യഭിചരിക്കില്ല. അഥവാ അങ്ങനെ ഒരു പ്രവർത്തനം അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈമാൻ അവനിൽ നിന്നും ഉയർന്നിരിക്കും. ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ, ആ മ്ലേച്ഛതയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ ഈമാൻ ഉണ്ടാകൂല. ആ സമയത്ത് മരിച്ചാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ മ്ലേച്ഛത, ഇനി ആ മ്ലേച്ഛതയുടെ പരിധി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മ്ലേച്ഛത എന്ന് പറയുമ്പോൾ ആ മ്ലേച്ഛതയ്ക്ക് നമ്മൾ നിശ്ചയിച്ച ഒരു അതിരുണ്ട്. ആ അതിരല്ല ഇസ്ലാം നിശ്ചയിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദമ ഹദ്ദഹു മിനസ് സിന അദ്റക ദാലിക ലാ മഹാലത, ആദമിന്റെ മക്കൾക്ക് അവന്റെ അവയവങ്ങളിലുള്ള വ്യഭിചാരത്തിന്റെ പങ്ക് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ അവയവങ്ങളിൽ വ്യഭിചാരത്തിന്റെ പങ്ക് ഓരോ അവയവങ്ങൾക്കും എത്രത്തോളം ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫസിനൽ ഐൻ, കണ്ണിന് വ്യഭിചാരമുണ്ട്. ആ വ്യഭിചാരം എന്താ? അന്നദറു, നോട്ടമാണ്. അപ്പൊ നമ്മൾ ഈ മുമ്പിലത്തെ ഹദീസും ഇതിനും ചേർത്ത് അർത്ഥം വെക്കണം. അപ്പോൾ ഒരു പെണ്ണിനെ ലൈംഗിക ആവേശത്തോടു കൂടെ നോക്കിയാൽ, ഒരു പുരുഷനെ ലൈംഗിക താല്പര്യത്തോടൊരു പെണ്ണ് നോക്കിയാൽ, ആ താല്പര്യത്തോടു കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അത്രയും ഈമാൻ അവരിൽ നിന്ന് ഉയർന്നിരിക്കും. ഈമാൻ ഉണ്ടാകൂല എന്നർത്ഥം. വസിനൽ ലിസാനി, നാവിന്റെ വ്യഭിചാരം, അൽ മന്തിഖു, ആ വിഷയം സംസാരിക്കലാണ്. അത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈമാൻ മാറി നിൽക്കും. വന്നഫ്സു തമന്നാ വതസ്തഹി വൽഫർജു യുസദ്ദിഖു ദാലിക കുല്ലഹു ഔ യുകദ്ദിബുഹു, മനസ്സ് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം വ്യഭിചാരത്തിന്റെ പരിധിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക അവയവം ചിലപ്പോൾ അത് ശരിവെക്കും, അല്ലെങ്കിൽ അത് ശരിവെക്കാതിരിക്കും, അത്ര തന്നെ. അപ്പോൾ ഒരു ദിവസം പ്രത്യേകിച്ച് യുവസമൂഹവും കൗമാരക്കാരും മനസ്സിലാക്കണം, ഈ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന കാലം അത്രയും
അവർ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പലതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈമാൻ എത്ര പ്രാവശ്യം ഉയർന്നു നിൽക്കുന്നു, ഈമാൻ എത്ര പ്രാവശ്യം മടങ്ങി വരുന്നു എന്ന് ചിന്തിക്കണം. ഗൗരവമുള്ള വിഷയമാണ്. ഈ അതിരിന്റെ പുറത്തേക്ക് ലൈംഗികത കൊണ്ടുവന്നതാണ് ഇന്നത്തെ എയ്ഡ്സ് വ്യാപനത്തിന്റെ പ്രധാനമായ കാരണം. ഈ സുരക്ഷ പാലിക്കപ്പെടാതെ പോയ ഇടങ്ങളിൽ അതിന്റെ ഗുരുതരമായ തിക്തഫലം അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യ ലൈംഗികതയുടെ കവാടം തുറന്ന അമേരിക്കയിൽ 4 കോടിയോളം ജാരസന്തതികളുണ്ട്. ഗവൺമെന്റ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അവരെ സംബന്ധിച്ച്. നിങ്ങൾക്കറിയോ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബെസ്റ്റ് സെല്ലറായ പുസ്തകം ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അച്ഛനില്ലാത്ത അമേരിക്ക. ആ പേരിലൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 30% സ്ത്രീകൾ അവരുടെ കുട്ടികൾ ആരാണെന്നറിയില്ല. ലണ്ടനിൽ സർവ സ്വാതന്ത്ര്യം ലൈംഗികതയിൽ തുറന്നു കൊടുത്ത രാജ്യങ്ങളുടെ അവസ്ഥയാണത്. നമ്മുടെ രാജ്യത്ത് ലോകം സഞ്ചരിച്ച ഒരു വിദ്വാനുണ്ട് നമ്മുടെ കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസത്തെ ഒരു ഇന്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലും ലണ്ടനിലും ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഇവിടെ നമ്മൾ ഷോറൂമുകളിൽ ബൊമ്മകൾ വെച്ചിട്ടുണ്ടല്ലോ, തുണിക്കടകളിൽ ബൊമ്മകൾ വെച്ചിരിക്കുന്നത് പോലെ അവിടെയെല്ലാം ഗ്ലാസ് ഇട്ടുകൊണ്ട് കാൾ ഗേൾസിനെ നിർത്തിയിട്ടുണ്ട്, ലൈറ്റ് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അതുപോലത്തെ ഒരു സംസ്കാരം കേരളത്തിൽ വന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ സെക്സ് ദാരിദ്ര്യം തീരുകയുള്ളൂ. ലോകം സഞ്ചരിച്ചിട്ട് വിവരമില്ലാതെ പോയല്ലോ എന്നർത്ഥം. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ അടുത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്ന LGBTQ+ പ്രൈഡ് പരേഡിന്റെ മുദ്രാവാക്യം തന്നെ എൻ്റെ ശരീരം എൻ്റെ അധികാരം എന്നാണ്. അതിനർത്ഥം എന്താ? എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ലൈംഗികത ആസ്വദിക്കുന്നല്ലേ. ഇത്തരത്തിലുള്ളതായ വിവാദപരമായ ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ കമ്പോളവൽക്കരിച്ച് പെണ്ണിനെ പുറത്തിറക്കി, ഒരു പെണ്ണ് അവളുടെ ഇടമായ വീട്ടിൽ നിന്ന് പുറത്തു പോയി തോന്നിയാസങ്ങൾ ചെയ്തപ്പോൾ ഈ 45 കോടിയിൽ 70% സ്ത്രീകളായി മാറി. അതുകൂടെ മനസ്സിലാക്കണം. അവിടെയാണ് പുറത്തിറങ്ങുന്ന പെണ്ണിന് ഇസ്ലാം പരിധി വെച്ചത്. പെണ്ണിനോട് ഖുർആൻ പറഞ്ഞത് അവൾ വീട്ടിൽ അടങ്ങിയിരിക്കട്ടെ. ജാഹിലിയ സംസ്കാരം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആ സംസ്കാരം പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ ആ സംസ്കാരം പാടില്ല എന്ന് പറയുമ്പോഴും ആവശ്യങ്ങൾക്ക് പെണ്ണിന് പുറത്തിറങ്ങാം. പെണ്ണ് വീടിൻ്റെ ഉള്ളിൽ മാത്രമേ പാടുള്ളൂ എന്നല്ല പറയുന്നത്, ആവശ്യങ്ങൾക്ക് ഇറങ്ങാം. ഇറങ്ങുമ്പോൾ സുരക്ഷ പാലിക്കേണ്ടത് പുരുഷന്മാരാണ് ഒന്നാമത്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂറത്ത് 24-ാം അധ്യായത്തിൽ സൂറത്തു നൂറിലെ 30-ാമത്തെ വചനം പാരായണം ചെയ്തത്. കൊല്ലിൽ മുഅ്മിനീൻ യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയണം അവരുടെ കണ്ണുകൾ ചിമ്മാൻ, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ രഹസ്യഭാഗങ്ങൾ ലൈംഗിക ഭാഗങ്ങളെ സൂക്ഷിക്കാനും പുരുഷന്മാരോട് പറയണം. ആദ്യം പുരുഷന്മാരത് ശ്രദ്ധിക്കണം. പിന്നെയാണ് പെണ്ണിനോടുള്ള കൽപ്പന. പെണ്ണിനോട് കൽപ്പിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞത് കൊല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയണം യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ ചിമ്മാൻ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ രഹസ്യഭാഗങ്ങൾ സൂക്ഷിക്കാൻ, വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യം വെളിവാക്കാതിരിക്കാൻ, വൽ യദ്രിബിന ബിഖുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനെ താഴ്ത്തിയിടാൻ. ആ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് വലാ യദ്രിബിന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, സൗന്ദര്യം വെളിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങൾ കാണാൻ വേണ്ടി കാലിട്ടടിക്കുന്നത് വരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പെണ്ണിടങ്ങളെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് തന്നെയാണ് പുരുഷന്മാർക്ക് നിശ്ചയിച്ചതുപോലെയുള്ള ഇടങ്ങൾ പെണ്ണിന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ പോയി. ആ ഇടങ്ങളെ ലംഘിച്ചുകൊണ്ട് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഈ സമൂഹം ഇറങ്ങിയതിൻ്റെ പേരിലാണ് ഇന്ന് സമൂഹത്തിൽ എയ്ഡ്സ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ വാക്കൊരിക്കൽ കൂടി പറയുന്നു, നമ്മൾ കേരളീയരായ ആളുകൾ, ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ആളുകൾ ജാഗ്രത പാലിക്കണം. കാരണം അടുത്ത തലമുറ അത് എത്രമാത്രം അപകടത്തിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്ത്രീകൾക്ക് ഇസ്ലാം ഒരുക്കിയ സുരക്ഷ, ആ സുരക്ഷയെ പാലിക്കുന്ന പ്രദേശങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം സ്ത്രീകൾ സുരക്ഷിതമാണ്. ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, ലോകത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇൻഡെക്സിൽ സ്ഥാനം നേടിയ
സ്വീഡൻ ആകട്ടെ, നോർവേ ആകട്ടെ, അതല്ലെങ്കിൽ ഡെൻമാർക്ക് ആകട്ടെ, അതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള രാജ്യങ്ങളെന്നാണ് പറയുന്നത്. അവിടെയൊന്നും പെണ്ണുങ്ങൾ സുരക്ഷിതരല്ല. ലോകത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി കഴിയുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ, കാലങ്ങളായി കേൾക്കുന്ന പേര് ഒന്ന് മക്കയും 2 മദീനയുമാണ്. അവിടെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാത്തതുകൊണ്ടല്ല, പെണ്ണുങ്ങൾ അവിടെ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അത് സുരക്ഷിതമായി ഇറങ്ങാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ മാനദണ്ഡങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും പാലിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം എന്ന് മനസ്സിലാക്കുക.